MS ഓഫീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇൻസേർട്ട് ടേബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടേബിൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടേബിൾ നമുക്ക് എത്ര കോളംസ് ആണ് വേണ്ടതെങ്കിൽ കോളംസ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് 6 കോളംസും റോസ് ഒരു 5 റോസും സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ താഴെ നമുക്ക് കാണുന്നുണ്ട് ഓട്ടോ ഫിറ്റ് ബിഹേവിയർ. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് 3 ഓപ്ഷൻസ് ആണ്. ഫിക്സഡ് കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്, ദ നെക്സ്റ്റ് വൺ ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് സെലക്ട് ചെയ്തു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഈ സെല്ലിന്റെ സൈസ് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. ഇതിൽ നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് സെല്ലിന്റെ സൈസ് ഇൻക്രീസ് ആയി വന്നോളും. ടൈപ്പ് ചെയ്യാം നെയിം. ഓക്കെ. ഓട്ടോമാറ്റിക്കലായി നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈസ് വിഡ്ത്ത് ഇൻക്രീസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ടാബ് ഓപ്ഷൻ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ആയിട്ടുണ്ട്. ടാബ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിനനുസരിച്ച് ടേബിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ. ഇതാണ് ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്. ഇനി അടുത്ത നെക്സ്റ്റ് റോയിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ടാബ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യാം. നെക്സ്റ്റ് റോയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് കോളംസും മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നത് റോസുമാണ്. അപ്പോൾ നമുക്ക് ഇത് കോളം, ഇത് റോസ്. ഓക്കെ. ഇനി നമ്മൾ ടേബിളിൻ്റെ അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ടേബിൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് വരുന്നത് ഡിസൈൻ ആൻഡ് ലേഔട്ട്. ഡിസൈൻ നമുക്ക് ടേബിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. പെൻ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പെൻ്റെ കളർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പെന്നിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ടേബിളിൻ്റെ ലൈനിൻ്റെ തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ 1.2 പോയിന്റ് ആണ്. നമുക്ക് ചേഞ്ച് ചെയ്യാം 3 പോയിന്റിലേക്ക്. ഓക്കെ. പോയിന്റിലേക്ക്. ഇതാണ് ടേബിളിൻ്റെ ഓപ്ഷൻസുകൾ. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ടേബിളിൻ്റെ സബ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നതാണ് ലേഔട്ട് ഓപ്ഷൻ. ലേഔട്ട്. ഇത് ലേഔട്ടിൽ നമുക്ക് ഒരു സെല്ലിൻ്റെ സൈസ് കൂട്ടുവാനും കുറയ്ക്കുവാനും, ഇവിടെ നമുക്ക് ഹൈറ്റ് കാണുന്നുണ്ട്, ഹൈറ്റ് കൂട്ടാം, വിഡ്ത്ത് കൂട്ടാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇവിടെ ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഈ ടേബിൾ ഈ വിൻഡോനനുസരിച്ച് ഓട്ടോ ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതാണ് ഇവിടെ വരുന്ന ഓട്ടോ ഫിറ്റ് ടു വിൻഡോ. ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ്. ഓട്ടോ ഫിറ്റ് ടു കണ്ടന്റ് അനുസരിച്ച് ടേബിൾ ഫിറ്റ് ആയിട്ട് വരും. ഓട്ടോ ഫിറ്റ് ടു വിൻഡോൻ്റെ അനുസരിച്ച് ടേബിൾ ഫിറ്റ് ആയിട്ട് വരും. പിന്നെ നമുക്ക് വരുന്നതാണ് സ്പ്ലിറ്റ് സെൽ. ഈ ഒരു സെല്ല് നമുക്കിപ്പോൾ സിംഗിൾ സെല്ലാണ്. അതിനെ 2 കോളംസുമായി നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് സെല്ല് നമുക്ക് യൂസ് ചെയ്യാം. നമ്പർ ഓഫ് കോളംസ് 2, റോസ് 1, 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത സെല്ലിനെ സ്പ്ലിറ്റ് സെല്ല് കൊടുക്കുകയാണ്. നമ്മൾ നമ്പർ ഓഫ് റോസ് 3, നമ്പർ ഓഫ് കോളംസ് 3. അപ്പോൾ അത് 3 കോളംസും 3 റോസും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് സ്പ്ലിറ്റ് സെൽ. പിന്നെ വരുന്ന നമുക്ക് മെർജ് സെൽ. മൾട്ടിപ്പിൾ സെല്ലിനെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സിംഗിൾ സെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെർജ് സെല്ല്.
നമ്മൾ മൾട്ടിപ്പിൾ സെൽ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ മെർജ് ഓപ്ഷൻ നമുക്ക് ആക്റ്റീവ് ആയി കാണുള്ളൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സെൽ സെലക്ട് ചെയ്യുക, മെർജ് സെല്ല് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സിംഗിൾ സെല്ലായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇൻസേർട്ട് റൈറ്റ് ആണ്. നമുക്കൊരു കോളംസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് റൈറ്റ് സൈഡിൽ കോളം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു റോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ബിലോ ആണെങ്കിൽ താഴത്തേക്ക് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എബോ ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൻ്റെ മുകളിൽ ഒരു റോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വരുന്ന നമ്മൾ സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് സെൽ. റോസ് ആണെങ്കിൽ റോസ് നമുക്ക് ആ 2 റോസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത ടെക്സ്റ്റിനെ റൊട്ടേഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ വരുന്ന ടെക്സ്റ്റ് ഡയറക്ഷൻ. അത് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഇത് അലൈൻമെന്റ്. ഇതാണ് നമ്മളുടെ ടേബിളിലുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നതാണ് ഇൻസേർട്ടിൽ പിക്ചർ. നമ്മൾ പിക്ചറിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിലൊരുപാട് ഇമേജസ് ഉണ്ട്. ഞാൻ ഈ പിക്ചർ ഓൺ ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. അപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ നമ്മുടെ വർക്കിംഗ് പേജിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇൻസേർട്ട് ഓബ്ജക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഫോർമാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ഔട്ടറിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിക്ചർ സെലക്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമാറ്റ് ഓപ്ഷൻ ഇവിടെ കാണിക്കില്ല. അപ്പോൾ നമുക്ക് പിക്ചറിൻ്റെ എക്സ്ട്രാ ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് പിക്ചറിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിക്ചർ ബോർഡർ, ഏത് സ്റ്റൈലാണെങ്കിൽ ബോർഡർ നമുക്ക് കൊടുക്കാം. വേറെ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. പിക്ചർ ബോർഡറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, വെയ്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് പിക്ചർ എഫക്റ്റ്. ഓക്കെ, ഓരോ എഫക്റ്റുകൾ നമുക്ക് ചെയ്യാം. റിഫ്ലക്ഷൻ, ബിവൽ, റൊട്ടേഷൻ, എല്ലാ ഓപ്ഷൻസുകളും നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് പിക്ചർ ലേഔട്ട്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പിക്ചറിൻ്റെ ഡിസൈൻ നമുക്ക് വേറൊരു ഡിസൈനിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ പിക്ചർ ലേഔട്ട് യൂസ് ചെയ്യാം. ഓക്കെ, വേറൊരു സ്റ്റൈലിലേക്ക് അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഓപ്ഷൻസ് ആണ് നമുക്കിതിൽ വേണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ആഡ് ഷേപ്പ്. അപ്പോൾ എക്സ്ട്രാ ഷേപ്പ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ വന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഡിസൈൻസ് 3Dയിലേക്കുള്ള ഡിസൈൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന പിക്ചർ. പിന്നെ വരുന്നതാണ് ഇൻസേർട്ടിൽ ഷേപ്പ്. ഇതിൽ ഒരുപാട് ഷേപ്പുകളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്യേണ്ട സ്റ്റാർ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്റ്റാറിൻ്റെ സൈസ് കൂട്ടുവാനും കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. അതിനുശേഷം ഇത് ഷേപ്പ് സ്റ്റൈലാണ്. നമുക്ക് ഏത് കളറാണ് വേണ്ട വെച്ചാൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇത് ഷേപ്പ് ഔട്ട്ലൈൻ, ഇത് ഷേപ്പ് എഫക്റ്റ്. നമ്മൾ മുന്നേ നോക്കിയ പിക്ചറിൻ്റെ അതേ ഓപ്ഷൻസുകളാണ് നമുക്ക് ഷേപ്പിലും കാണുന്നത്. അതിനുശേഷം നമുക്കൊരു ഈ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇമേജ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷേപ്പ് ഫില്ല് പോവുക, പിക്ചർ, നമ്മൾ പിക്ചർ ഓപ്പൺ ചെയ്യാണ്. നമുക്കൊരു ഇമേജ് ആ പിക്ചറിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇമേജിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെ വെച്ചാൽ കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. ഓക്കെ, ഇനി നമ്മളിതിൽ പിക്ചറിൻ്റെ എഫക്റ്റ് എടുക്കുകയാണ്. 3D. ഓക്കെ, റിഫ്ലക്ഷൻ. നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഷോ ചെയ്യുന്നതാണ്. ഇനി ആൾറെഡി നമുക്കിപ്പോൾ ഒരു സ്റ്റാർ ആണ്, നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പ് ഇനി വേറൊരു ഷേപ്പിലേക്കാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഫോർമാറ്റിൽ ഇവിടെ ലെഫ്റ്റിൽ കാണുന്നുണ്ട് എഡിറ്റ് ഷേപ്പ്. നമുക്ക് ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വേറൊരു ഷേപ്പിലേക്ക് എഡിറ്റ് ചെയ്യുകയാണ്. എഡിറ്റ് ഷേപ്പ്, ചേഞ്ച് ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും. ഇതാണ് നമ്മുടെ ഷേപ്പ് ഓപ്ഷൻ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് സെലക്ട് ചെയ്യുക, മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ടെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ് ഐഡിയാസ്. കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോണ്ട് സൈസും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഫോണ്ട് മൊത്തം സെലക്ട് ആയി. കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഫോണ്ട് സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, കൂട്ടാം. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, അതിലെ ഫോർമാറ്റിൽ പോവാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ എഫക്റ്റ് ഉണ്ട്, ഷാഡോ, ഗ്ലോസ്. ഓക്കെ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടുള്ള എഫക്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത അതിനനുസരിച്ചുള്ള ഓക്കെ ഡിസൈൻ മാറിയിരിക്കും. ഇതിൽ നമ്മൾ ലാസ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫോം, നമുക്ക് റൊട്ടേഷൻ. ഓക്കെ, ഏത് സ്റ്റൈലാണോ വേണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റൈൽ ഇതിലേക്ക് അഡ്ജസ്റ്റ്. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഇമേജിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം നമുക്കിവിടെ റൊട്ടേഷൻ ഉണ്ട്, ഫ്ലിപ്പ് ചെയ്യാം. ഏതിലേക്കാണോ വേണ്ടത് നമുക്കതിനെ ഫ്ലിപ്പ് 90 ഡിഗ്രിയിലേക്കൊക്കെ ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ്. നോർമലി ഇപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ അതിനെ ഫ്ലിപ്പ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുവാനും കുറയ്ക്കാനും സാധിക്കും. ഇതാണ് നമ്മുടെ പിക്ചർ. നെക്സ്റ്റ് നമുക്ക് ഇൻസേർട്ടിൽ വരുന്നത് സ്മാർട്ട് ആർട്ട്. സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിതിൽ ഒരുപാട് ഷേപ്പുകളുള്ള ഡിസൈൻ ഇതിലുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും നമുക്ക് MS ഓഫീസ്. ഓക്കെ, അതിൻ്റെ കീഴിൽ വരുന്നതാണ് നമുക്ക് വരുന്ന വേർഡ്, എക്സൽ, ഓക്കെ എക്സെട്ര. വരുന്നതാണ് ഇൻസേർട്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സ് നമുക്കൊരു ഏരിയയിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യാം. നമുക്കതിൽ മാറ്ററിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത് വേർഡ് ആർട്ട്. വെൽക്കം. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ മുന്നേ നോക്കിയതാണ്, ഇതിൽ സ്റ്റൈൽ ഏതാ വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇൻസേർട്ടിൽ വരുന്നത് ഡ്രോപ്പ് ക്യാപ്പ്. ഡ്രോപ്പ് ക്യാപ്പ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് ലെറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു പാരഗ്രാഫിലേക്ക് ഇൻസേർട്ട് ചെയ്യാം.
ഞാൻ പറഞ്ഞു ഈക്വൽ ടു റാൻഡ്, ദെൻ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. സെലക്ട് ചെയ്തു, ജസ്റ്റിഫിക്കേഷൻ കൊടുത്തു. ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിലെ ഈ വീൽ എന്നുള്ള ലെറ്റർ നമുക്കൊരു 3 ലൈനിലേക്ക് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ക്യാപ്പ്. സെലക്ട് ചെയ്തു, ഇൻസേർട്ടിൽ ഡ്രോപ്പ് ക്യാപ്പ്. ഓക്കെ, ഏത് മോഡലാണ് വേണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷനിൽ പോയാൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് എത്ര ലൈൻസ് ആണോ വേണ്ടെങ്കിൽ ലൈൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് വേർഡ് ആർട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സിഗ്നേച്ചർ ലൈൻ. ഇവിടെ നമ്മൾ സിഗ്നേച്ചർ ലൈൻ എടുക്കുക, പേര്, നമ്മുടെ എന്താണോ ഡെസിഗ്നേഷൻ എങ്കിൽ നമുക്കത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളിതിനെ സെലക്ട് ചെയ്ത ശേഷം ഫോർമാറ്റിൽ റാപ്പ് ടെക്സ്റ്റ് നമ്മളിതിനെ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഏത് പ്ലേസിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേമാതിരി നമ്മളൊരു പിക്ചർ ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇൻസേർട്ട് പിക്ചർ, ഈ ഒരു ഇമേജ് നമുക്ക് വളരെ വലുതാണ്, ചെറുതാക്കണമെങ്കിൽ കോർണർ പിടിച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പിക്ചർ ഈ പാരഗ്രാഫിൽ കറക്റ്റ് ആയിട്ടല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ കറക്റ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ റാപ്പ് ടെക്സ്റ്റിൽ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ ഇമേജ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി പാരഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്യും. ഈ റാപ്പ് ടെക്സ്റ്റ് ഓപ്ഷനിൽ ബിഹൈൻഡ് ടെക്സ്റ്റ്, ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇതിന്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.